മോനെ, എന്റെ മോൻ ക്ഷീണിച്ചു. അമ്മേ, കരയല്ലേ, ഞാൻ വന്നില്ലേ? അച്ഛാ, അജിത് അവൻ തന്നെയാണ് അപ്പൊ ഈ അപകടത്തിന് പിന്നിൽ. ബാലഗോപാൽ എന്നയാളുടെ ഒരു കേസുണ്ടല്ലോ, അതിന് പിന്നിലും ഈ അജിത് തന്നെയാണ്. ബാലു, നീ ഇപ്പൊ അങ്ങോട്ട് പോവരുത്. അമ്മ എന്താ ഈ പറയുന്നത്? ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയുമായിരുന്നോ അമ്മുന്റെ കല്യാണമാണെന്ന്? അമ്മ മാറി നിൽക്കൂ. അമ്മ എന്നെ തടയരുത്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആ ചതിയനെ കല്യാണം കഴിച്ചാൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന്? അജിത്! കൂടെ കൂടി ചതിക്കായിരുന്നല്ലേടാ നീ? എന്താ വിചാരിച്ചേ ഞാൻ തിരിച്ചു വരില്ലെന്നോ? എന്റെ പ്രാണനാണടാ അവള്. അവളെ നീ ഇത്ര നാളും ഒരുപാട് വിഷമിപ്പിച്ചു. ഞാനല്ലാതെ പിന്നെ ആരാടാ? നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ബാലു, നീ ഒരു നല്ല ദിവസം നശിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മാഷേ, അജിത്, എന്താ ഇവിടെ നടക്കുന്നത്? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. മാഷേ, അവനെ വിടൂ. മാഷേ, അവനെ വിടൂ. ബാലു അമ്മുവും തമ്മിൽ ഇഷ്ടമായിരുന്നു എന്ന് മാഷിനും അറിയാവുന്നതല്ലേ? എന്റെ മോൻ ഒരുപാട് വിഷമിച്ചു. അതിന് കാരണക്കാരൻ അജിത്താണ്. അജിത്ത്, നിന്നെ എന്റെ മോനെ പോലെയല്ലേ ഞാൻ സ്നേഹിച്ചത്? നിനക്ക് എങ്ങനെ തോന്നി എന്റെ മോനെ കൊല്ലുവാൻ ആളെ ഏർപ്പെടുത്താൻ? അവനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അജിത്ത്, ഈ കേൾക്കുന്നതിലെല്ലാം സത്യമുണ്ടോ? ഇങ്ങനെയാണോ നിന്നെ ഞാൻ വളർത്തിയത്? ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അജിത്, കൂടുതലൊന്നും പറയണ്ടല്ലോ. ഈശ്വര, മാഷേ, വിഷമിക്കാതിരിക്കൂ. മാഷിന്റെ ബാലുവിനെ മാഷിനറിയില്ലേ? മാഷേ, അമ്മുവിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം.
അമ്മേ, എനിക്ക് വയ്യ. വരൂ മക്കളെ. അമ്മു, കരയല്ലേ? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി റെസ്റ്റ് എടുക്കണം, അത്രേ ഉള്ളൂ. സന്തോഷമായി. ഈ കാഴ്ച കാണാനാണ് ഞാൻ കാത്തിരുന്നത്. ബാലു, ഇനി ഇവളെ തനിച്ചാക്കരുത്. ഇനി സങ്കടമൊന്നും വേണ്ട. പിന്നെ ഇനി എൻ്റെ അമ്മുവിനെ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയിക്കൊള്ളണം.